ദൈവം നിങ്ങൾക്ക് സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ, अगर परमेश्वर ने आपको सपना दिया है तो, നിങ്ങൾ കണ്ട സ്വപ്നം ദൈവത്തിൽ നിന്നാണെങ്കിൽ, अगर परमेश्वर के द्वारा दिया गया एक सपना, ആ സ്വപ്നത്തെ ദൈവം ഫുൾഫിൽ ചെയ്യും. वो सपना को परमेश्वर पूरा करेगा. आमीन. അവൻ വീണ്ടും ജോസഫിന്റെ സഹോദരന്മാർ और फिर से यूसुफ के दोस्त അധികമായി भाई ജോസഫിനെ പകച്ചു. और फिर से उसे बैर रखने लगे. പ്രത്യേകിച്ച് യാക്കോബ് ജോസഫിന് ഒരു അങ്കി തയ്പ്പിച്ചു കൊടുത്തതുകൊണ്ട് സഹോദരന്മാർക്ക് വളരെ വലിയ ദേഷ്യമായിരുന്നു ജോസഫിനോട്. और यूसुफ से अपने भाई, यूसुफ जो है अपने भाई लोग जो है यूसुफ से बहुत ही ज्यादा परेशान थे, क्योंकि उसके पिता ने जो है अच्छा एक वस्त्र उसके लिए बना कर दिया था. 14ാമത്തെ വാക്യം പറഞ്ഞു, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. और इस प्रकार से 11वीं आयत कहती है, उसने अपने भाई उनसे, उसके भाई उससे ईर्ष्या करते थे. അവൻ പ്രിയപ്പെട്ടവരെ, ഈ വാരം ഒരു ദൂത് പറയുന്നത്, और आज की रात में एक दूध आपसे कह रहा हूँ, നിങ്ങളുടെ അസൂയുള്ളവരുണ്ട്, आपसे ईर्ष्या करने वाले लोग हैं. നിങ്ങൾ ഉയരലെന്ന് और ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. जो लोग आप सोचते हैं कि आप उठे नहीं, എന്നും ഒരു താഴെ കട നിൽക്കുവാൻ പലരും ആഗ്രഹിക്കുമ്പോൾ, और जब बहुत लोग ऐसे सोचते हैं कि आप गिरे हुए ഒരു സൂര്യൻ ഇനി അസ്തമിക്കത്തില്ല. आमीन. കർത്താവ് പറയുന്നു, താഴെ കട എന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. जो गिरा हुआ परमेश्वर उठाना जा रहा है. അമ്മ, ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. जो परमेश्वर है एक, ആ ദൈവം പ്രകൃതിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുന്നു. जो हमेशा प्रार्थना करते हैं परमेश्वर को उत्तर देते हैं. ജോസഫിന്റെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്, जो यूसुफ का सबसे बड़ी ताकत जो है, ജോസഫ് കൃതാർത്ഥനായിരുന്നു. അവൻ ജോസഫ് കൃതാർത്ഥന എന്ന് വെച്ചാൽ, ജോസഫ് കണ്ട സ്വപ്നം ദൈവത്തിൽ നിന്നായതുകൊണ്ട് ജോസഫ് അച്ചടക്കം പാലിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മൗനമായിരുന്നു. और जो सपना यूसुफ ने देखा था परमेश्वर की ओर से दिया हुआ, और इस वजह से वो, നിങ്ങളെല്ലാം സ്വപ്നങ്ങളുള്ളവരാണ്, നിങ്ങൾക്കെല്ലാം ഒരുപാട് വാഴ്ത്തത്വങ്ങളുള്ളതാണ്. പക്ഷെ വാഴ്ത്തത്വമുള്ള നിങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ അച്ചടക്കത്തോടുകൂടെ മൗനതയോടിരുന്നോണം. और जिनके जिसके भी जीवन में एक वाचा है परमेश्वर से जो पाए हुए, हालेलुया, वो आज के दिनों अशांत एक रहना है. സ്വപ്നം ലഭിച്ചവർ ഈ ദിവസങ്ങളിൽ മൗനമായിരുന്നു. सपने पाने वाले, सपना देखने वाले लोग शांत रहे. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടെങ്കിൽ, अगर आपके जीवन में सपना है तो ആ സ്വപ്നത്തിന്റെ പ്രാകൃതിക തലങ്ങൾ നിങ്ങൾ കാണും. उस सपने को पूरा करने का आप समय അപ്പൊ देखिए. അതിന് തടസ്സം സഹോദരന്മാരാണെങ്കിൽ, अगर उसका जो रुकावट है आपके भाई അതിന് लोग भी अगर തടസ്സം हो, സാഹചര്യങ്ങളാണെങ്കിൽ, अगर उसकी रुकावट आपके सिचुएशन हो, അതിന് തടസ്സം വ്യക്തികളാണെങ്കിൽ, अगर उसकी रुकावट कोई ഒരു व्यक्ति है കാര്യം तो, വളരെ വ്യക്തമാണ്, लेकिन आज की रात एक बहुत, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ, अगर परमेश्वर अगर आपके साथ है तो, നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരാണെങ്കിൽ, अगर आप परमेश्वर के शब्द को सुनने वाले അന്ന് लोग ദൈവം हैं, നിങ്ങളുടെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് നിങ്ങൾ കുലുങ്ങി പോകത്തില്ല. परमेश्वर आपके दाहिने हाथ में, इसलिए आप ദൈവം गिरेंगे നിങ്ങളുടെ नहीं. വലത്തുഭാഗത്തുണ്ടെങ്കിൽ നിങ്ങൾ കുലുങ്ങി പോകത്തില്ല. परमेश्वर आपके दाहिने हाथ में है, അന്ന് इसलिए ദൈവം आप എപ്പോഴും गिरेंगे नहीं. നിങ്ങളുടെ കൂടെ ഇരിപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. परमेश्वर आपकी प्रार्थनाओं को सुन रहा है. നിങ്ങളുടെ മൗനതകൾ കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. परमेश्वर आपकी मौनता को देख रहा ഇന്ന് है. രാത്രി ദൈവം നിങ്ങളുടെ വലത്തുഭാഗത്തുണ്ട്. अगर परमेश्वर आपके आज की रात, ദൈവം हालेलुया, നിങ്ങളുടെ दाहिने हाथ में, വലത്തുഭാഗത്തുണ്ടെങ്കിൽ, अगर दाहिने भाग में परमेश्वर നിങ്ങൾ है तो, ഉറച്ചു നിന്നോ, നിങ്ങൾ ആരാധിച്ചോ, നിങ്ങൾ പ്രാർത്ഥിച്ചോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ കർത്താവ് പൂവണിയാൻ പോകുകയാണ്. सपना जो है वो पूरा होने